15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ യുഎഇയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കിയാലോ അത് ഉപയോഗിച്ചാലോ രക്ഷിതാക്കൾക്ക് ഫൈൻ കിട്ടുമോ? യുഎഇയിൽ താമസിക്കുന്ന എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ജൂൺ 18-ാം തീയതി ദുബായ് ഭരണാധികാരിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ വിഷയത്തിലൊരു തീരുമാനമായിരിക്കുന്നത്. അതായത് 15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ സമൂഹ മാധ്യമത്തിൽ സ്വന്തമായി അക്കൗണ്ടുകൾ ഉണ്ടാക്കാനോ അത് ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഈ നിയമം. ഇനി രക്ഷിതാക്കൾ പറയുകയാണ്, ഞങ്ങൾക്കത് പ്രശ്നമല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം മൂലം ഇത് നിരോധിക്കാൻ പോവുകയാണ്. അതുപോലെ 15-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിയന്ത്രണങ്ങളോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്നുണ്ട്. എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ചേഴ്സുമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്ന തരത്തിൽ സിസ്റ്റം ചെയ്യുക, രക്ഷിതാക്കൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ പേരൻറ്റ് ആക്സസ് ടൂളുകളൊക്കെ ഉപയോഗിക്കുക, മറ്റ് AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അനുയോജ്യമായ കണ്ടന്റുകൾ മാത്രം ലഭ്യമാകുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രണങ്ങളോടെ ഉപയോഗിക്കുക. ഇതിൻ്റെയൊക്കെ മുകളിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ഏജ് റെസ്ട്രിക്ഷൻ ഇവർ മനസ്സിലാക്കുന്നത്? നിലവിലെ സംവിധാനം അനുസരിച്ച് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊണ്ട് മാത്രമാണ് അവർ പ്രായം മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ തെറ്റായ ഏജ് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ഉണ്ടാക്കിക്കൂടെ, അത് ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാധാരണയുള്ള ആ ഒരു സിസ്റ്റം ആയിരിക്കില്ല ഇതിനു വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളല്ല ഈ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്താനായി ബയോമെട്രിക് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഡിജിറ്റൽ ID വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. എല്ലാ സമൂഹ മാധ്യമങ്ങൾക്കും ഇതിൻ്റെ ചുമതലയും നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ടിക്ടോക്കും റോബ്ലോക്സും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിയമം വയലേറ്റ് ചെയ്താൽ എങ്ങനെ കണ്ടുപിടിക്കും, ആരാണ് അതിന് റെസ്പോൺസിബിൾ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും അതിനുള്ള ചുമതല ഏൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഏജ് ലിമിറ്റിൽ താഴെയുള്ള അക്കൗണ്ടുകൾ ഉടനടി തന്നെ റിമൂവ് ചെയ്യാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ എന്തുകൊണ്ട് UAEയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു എന്നുള്ള പലരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. 2024 മുതൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പുറത്തു വന്നിരിക്കുന്ന പഠന ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നതാണ്. വലിയൊരു ശതമാനം കുട്ടികളിലും അമിതമായ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം മൂലം നിരവധി പ്രശ്നങ്ങൾ, അതായത് പഠന വൈകല്യം, സംസാരത്തിൽ വൈകല്യം, സംസാരിക്കാൻ വൈകിപ്പോകുക, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടതിനെ തുടർന്ന് UAEയിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ സുരക്ഷിതമായൊരു ഭാവിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതാണ് ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി എന്ന് പറയുന്ന ഈ പദ്ധതി. അബുദാബിയിലെ ചില മാളുകളിൽ ഇതിനോടകം പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വന്ന കാര്യം നമുക്കറിയാം. വളരെ പോപ്പുലറായ ഒരുപാട് ആളുകൾ പോകുന്ന അബുദാബിയിലെ മുഷ്രിഫ് മാളിലും പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വരികയാണ് ഈ ജൂൺ 23-ാം തീയതി മുതൽ. ക്യൂ മൊബിലിറ്റിയുടെ അറിയിപ്പ് അനുസരിച്ച് മുൻപ് ഇപ്പോൾ ഈ മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ബിൽഡിങ്ങുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് പോലെ ഒരു ഫ്രീ ഫ്ലോ ഫീസ് ഈടാക്കൽ സംവിധാനം തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കുകയോ SMS വഴി പാർക്കിംഗ് ഫീസ് ഇടുകയോ ഒന്നും വേണ്ട. മോളിനകത്തേക്ക് കയറി ഇറങ്ങുമ്പോൾ ഡാർബ് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പണം കട്ടാകുന്ന രീതി. 2026 ജൂൺ 23-ാം തീയതി മുതൽ അബുദാബി മുഷ്രിഫ് മാളിൽ ഈ സംവിധാനം നിലവിൽ വരും.